പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. ശബരിമല കൊള്ളക്കേസിൽ 2.5 കോടി കള്ളപ്പണ നിക്ഷേപം ആരോപണം വ്യാജമെന്ന് നെടുമ്പറമ്പിൽ ഗ്രൂപ്പ്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന തന്ത്രിയുടെ 2.5 കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപം നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഉണ്ടെന്നുള്ളത് വ്യാജ ആരോപണം മാത്രമാണെന്ന് നെടുമ്പറമ്പിൽ ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ നാളിതുവരെ തന്ത്രിയെയോ തന്ത്രി കുടുംബാംഗങ്ങളെയോ നേരിൽ കാണുകയോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വ്യാപാര ഇടപാടുകളോ നടത്തിയിട്ടില്ല. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയായ NM രാജു ഈ വിഷയത്തെക്കുറിച്ച് അറിയിച്ചു. നെടുമ്പറമ്പിൽ ഫിനാൻസ് 4 പതിറ്റാണ്ടിലധികമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരവെ 2024 സാമ്പത്തിക തകർച്ച നേരിട്ട് എന്നുള്ളത് സത്യമാണ്. ഫിനാൻസ് ബിസിനസ് കൂടാതെ ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽസ്, ടൂറിസം തുടങ്ങിയ മേഖലയിലും ബിസിനസ് വിപുലമാക്കിയതിന്റെ ഭാഗമായി പണം വിന്യസിക്കുകയുണ്ടായി. ഏകദേശം 2500-ൽ അധികം ജീവനക്കാർ വിവിധ കമ്പനികളിലായി പ്രവർത്തിച്ചു വന്നിരുന്നു. നെടുമ്പറമ്പിൽ ഫിനാൻസ് അല്ലെങ്കിൽ NCS ഗ്രൂപ്പ് എന്ന് പറയുന്ന വിവിധ സ്ഥാപനങ്ങൾ നടത്തി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില തെറ്റായിരിക്കുന്ന ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 1 മാസമായി വന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഞങ്ങളിവിടെ ഞാൻ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്ത്രിയുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ആണ് ഇട്ടിരിക്കുന്നത്. നെടുമ്പറമ്പിൽ ഫിനാൻസ് ആ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുകയുണ്ടായി. ആ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റായിരിക്കുന്ന ആരോപണമാണ്. മികച്ച ശമ്പളവും മറ്റു പാക്കേജുകളും കോവിഡ് കാലത്ത് ഉൾപ്പെടെ മുടങ്ങാതെ ജീവനക്കാർക്ക് നൽകി വന്നിരുന്നു. എന്നാൽ ഈ ബിസിനസ് മേഖലയിൽ നിന്ന് ഗണ്യമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടായതാണ് കമ്പനി തകർച്ചയിലേക്ക് നീങ്ങുവാനുള്ള ഒരു കാരണം. സഹകരണ മേഖലയിലും ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലും ഉണ്ടായ തകർച്ചകളിൽ ഇടപാടുകാരുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും അവർ കൂട്ടത്തോടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനു വേണ്ടി വരികയും ചെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് ഈ തരത്തിലുള്ള കമ്പനിയെ നയിച്ചത്. അതുമൂലം നിയമ നടപടികൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നിക്ഷേപങ്ങൾ മുഴുവനായി കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി ഫിനാൻസ് ബിസിനസ് പുനർജീവിപ്പിച്ച് പ്രവർത്തന നിക്ഷേപമാക്കുവാൻ കമ്പനി എടുത്തിരിക്കുന്ന ശ്രമകരമായ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. ഗുജറാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മിനേഷ് കീർത്തിലാൽ അദാനിയുടെ നേതൃത്വത്തിലുള്ള ഊർജ അദാനി ഗ്രൂപ്പും ഗിരീഷ് ശിവശങ്കര പിള്ള നേതൃത്വം കൊടുക്കുന്ന ഫ്ലൈ ഭാരതി ഗ്രൂപ്പുമായി ചേർന്ന നവീകരണ പദ്ധതികളും വിപുലീകരണ കാര്യങ്ങളും ചെയ്തു വരികയാണ്. ഈ ഘട്ടത്തിലാണ് നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ പുനർജീവന നടപടികൾക്ക് തുരങ്കം വയ്ക്കുവാൻ വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എല്ലാ നിക്ഷേപകരുടെയും നിക്ഷേപങ്ങൾ 1 മുതൽ 7 വർഷത്തിനകം പലിശ സഹിതം കൊടുത്തു തീർത്ത് പുതിയ കമ്പനിയുടെ നേതൃത്വത്തിൽ വിപുലമായ വ്യാപാര രൂപരേഖയാണ് പുതിയ കമ്പനികൾ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സബ്മിഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിക്ഷേപകരുടെ പണം തിരികെ കൊടുക്കുവാനും വിപുലമായ നിലകളിൽ ഭാരതം മുഴുവനും വ്യാപിപ്പിക്കുന്ന വ്യാപാര ശൃംഖലയുടെ അടിത്തറയിടുന്ന ഈ ഘട്ടത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാൽ ഈ പരിശ്രമത്തെ തകർക്കരുതെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ തകർന്നു പോയ ഒരു ഫിനാൻസ് കമ്പനിക്ക് ഇതേപോലെയുള്ള ഒരു തിരിച്ചുവരവിന് കളമൊരുക്കുന്നത് ഇത് ആദ്യത്തെ അവസരമാണ്. ബിസിനസ് മേഖലയിൽ ഇതൊരു പുതിയ ചുവടുവെപ്പും സംരംഭകർക്ക് പുത്തൻ ഉണർവും പകർന്ന നടപടിയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നെടുമ്പറമ്പിൽ ഫിനാൻസിന് വേണ്ടി ഉടമയായ NM രാജു, ജനറൽ മാനേജറായ എബ്രഹാം ഫിലിപ്പും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തന്ത്രിയുടെ 1 രൂപ പോലും എന്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 2, തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരെയും എന്റെ ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ അവരുടെ വീടുകളിൽ പോവുകയോ
അവരുമായിട്ട് യാതൊരു വിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടും ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.